ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. വേറെ എങ്ങോട്ടുള്ള ദുബായ് മോളിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്തൊരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് കാരണമാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ വിട്ടുപോയതാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ. നമ്മൾ പിന്നെ കാറിൽ കയറിയിട്ടാവും പിന്നെ ആലോചിക്കുന്നുണ്ടായിരിക്കും അയ്യോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ മിക്കതും നമ്മൾ രാത്രിയാണ് പുറത്തിറങ്ങാറ്. അപ്പോൾ ആ ഒരു സമയത്ത് കാറിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ വലിയ ക്ലാരിറ്റി കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോസ് കാര്യങ്ങളായിട്ട് ഉണ്ടാവാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതേ ദുബായ് മോളിലെത്തി. പാർക്കിംഗ് ഏരിയയിലാണ്. ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുറച്ച് വലിയ ഏരിയ ആയ കാരണം തന്നെ നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം തന്നെ നടക്കാണ്ടായിരിക്കും മാളിലേക്ക്. അപ്പോൾ നമ്മളിതേ മാളിലേക്ക് എൻട്രി ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചൈന ടൗണിലേക്കാണ്, ചൈന ടൗൺ ഏരിയയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. എനിക്ക് ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കാണാൻ തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിനിപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടതാണോ, ഞാൻ മുന്നേ കണ്ട ഒരു ഓർമ്മ എനിക്ക് തീരെ കിട്ടുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണോ എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഐസ് റിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ടോപ്പ് ഫ്ലോറിൽ നിന്നാണ് കണ്ടത്. പിന്നെ അതൊന്നുകൂടി അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഐസ് റിങ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലോർ ഫുൾ ഐസ് ആയിരിക്കും. അതിൻ്റെ മുകളിൽ കുട്ടികൾ സ്കേറ്റിംഗ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആ ഒരു ഏരിയയ്ക്കാണ് ഐസ് റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അത് താഴത്തുനിന്ന് ഒന്നുകൂടി കാണാൻ വേണ്ടി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ദേ ഈ ഡൈനോസറിൻ്റെ സ്കെലിട്ടൺ കണ്ടത് കേട്ടോ. ഇത് ഒറിജിനൽ ഡൈനോസറിൻ്റെ സ്കെലിട്ടനാണ്. ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു ഡൈനോസറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ട്, അതായത് ഫുൾ എല്ലാവർക്കും അങ്ങനെ ഒരു എൻട്രി ചെയ്യാൻ പറ്റില്ല. അത് ഫുള്ളിങ്ങനെ ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഒരു ഏരിയയിൽ അത് മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറേ സ്ക്രീൻസ് കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് ദുബായിലേക്ക് എത്തിച്ചത്, ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എപ്പോഴാണ് കൊണ്ടുവന്നത്, പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസ് കാര്യങ്ങളെല്ലാതും അതിൽ ആ ഒരു സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ മാത്രമല്ല റിട്ടേൺ ആയിട്ട് സൈഡിലുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഏതൊരു ഏരിയത്തെ ഏത് ഭാഗത്തെ പോകണമെന്നറിയില്ല, അതിൻ്റെ ഒറിജിനൽ ബോൺസ് കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലോ. ഇങ്ങനെ വംശനാശം സംഭവിച്ചൊരു സംഭവത്തിൻ്റെ ഈ എല്ല് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഹോൾ സ്കെലട്ടൺ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ഭംഗി മാത്രമല്ല നമ്മൾ എന്തായാലും അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസും കാര്യങ്ങളും കുറച്ച് വായിച്ചപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മളിതേ പിന്നെ നമ്മളിതേ നടക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഐസ് റിങ് നമ്മൾ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുമായിരുന്നു. അതേ നമ്മൾ അവിടേക്ക് എത്തി. ഇതേ ഇപ്പോൾ കുറേ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് അധികം ഇപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാച്യു പോലത്തെ, ഒരു പെൻഗ്വിൻ സ്റ്റാച്യു പോലത്തെ സംഭവം അത് പിടിച്ച് അവർക്ക് ഇങ്ങനെ നടക്കാം. കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് തനിയെ നടക്കാം, അല്ലെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് കൈ പിടിച്ച് നടക്കും, പിന്നെ തനിയെ നടക്കാം. അങ്ങനത്തെ ഒരു ലെവലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വാട്ടർഫോളിൻ്റെ അവിടേക്ക് എത്തി. ഇവിടെ ആരെയും നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ വിസിറ്റിനൊക്കെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ എടുക്കുന്ന മെയിൻ സ്പോട്ടാണ് കേട്ടോ ഇത്. അതായത് ഭയങ്കര ഭംഗിയാണല്ലോ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ അന്ന് അച്ഛനും അമ്മയും വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മേനെ പറ്റി വന്നപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കുമ്പോഴാണ് ബുറാക്ക് എന്ന് പറഞ്ഞൊരു ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റ്, അത് നമ്മൾ റീൽസിലൊക്കെ കാണാം ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആളുടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ ശരത്തേനാണ് എന്നോട് പറഞ്ഞത് വീഡിയോ എടുക്കുക, ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളിത് ഫൗണ്ടെയിൻ കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോഴാണ് ഈ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ആവാറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരെണ്ണം ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുക്കാനും നമ്മളിപ്പോൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വീണ്ടും പോകുമ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഫോട്ടോ എടുക്കാനും അവിടെ പോയി നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബുർജ് ഖലീഫയും പിന്നെ നമ്മുടെ ഈ വാട്ടർ ഫൗണ്ടെയിനും പിന്നെ ഹോട്ടൽസ് കാര്യങ്ങൾ, കുറേ ലൈറ്റ്സ് എല്ലാതും കൂടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് വാട്ടർ ഫൗണ്ടെയിൻ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അമ്മേനെ ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്മേനെ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറി നിന്നു. പക്ഷേ ശരിക്കും ഞങ്ങളാ ചമ്മി പോയത്. ആൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാറി നിൽക്കുന്നതൊക്കെ. പിന്നെ അത് കാരണമാണ് ഞാനതിൽ വീഡിയോസ് വലിയ കാര്യങ്ങളായിട്ടൊന്നും എടുക്കാതിരുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യം അമ്മ കുറച്ച് ഞെട്ടുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അമ്മ ഞെട്ടിയില്ല. അത് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫുള്ളാവാൻ വേണ്ടി നിന്നില്ല കേട്ടോ. ഇതൊരു 15 മിനിറ്റ്സോളം ഉണ്ട് തോന്നുന്നു. നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ അക്വേറിയം കാണാനിറങ്ങി. കാരണം നല്ല തിരക്കുണ്ട്. പിറ്റേ ദിവസം എന്തോ ശരത്തേട്ടന് എന്തോ ഡ്യൂട്ടിയോ കാര്യം അത് ഞങ്ങൾക്ക് എങ്ങോട്ടോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വല്ലാതെ ലേറ്റ് ആവണ്ട എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നിന്നല്ല, കുറച്ച് നേരമൊക്കെ അവിടെ കണ്ടു. പിന്നെ നമ്മൾ നേരെ അക്വേറിയത്തിൻ്റെ അവിടേക്ക് പോയി. ഋതുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫിഷ് കാര്യങ്ങളൊക്കെ. അവനിപ്പോൾ ചേച്ചിയുടെ റൂമിൽ 2 പാരറ്റ് ഫിഷ് ഉണ്ട്. അപ്പോൾ അതിനെ പാറു എന്നാണ് വിളിക്കുക. അപ്പോൾ അതിന് ശേഷം ഇവന് കാണുന്നത് എല്ലാതും പാറുവാണ്.
അവൻ പാറു എന്നിങ്ങനെ ഫുള്ളായിട്ട് പറയില്ല, പാ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ മാത്രം പറയും. അപ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടക്കും. നമ്മളിപ്പോൾ റൂമിലൊക്കെ മീനൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഈ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആളൊപ്പം വന്നിട്ട് അവന് ഭയങ്കര ടെൻഷനാണ്. ഈ ഒരു സംഭവം നമ്മളിങ്ങനെ വറക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കറി വെച്ച മീനൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ഈ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഒരു അക്വേറിയത്തിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഏരിയ അത് നമ്മൾ എത്ര കണ്ടാലും വീണ്ടും വീണ്ടും കണ്ടാലും നമ്മൾ അവിടെ തന്നെ നിന്ന് പോകും കുറേ നേരം. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും എനിക്ക് വീണ്ടും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണത്. പിന്നെ അത് ഇപ്പം നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടല്ല ഈ ഒരു അക്വേറിയം കാണുന്നത്. ഇത് തൊട്ടടുത്തുനിന്ന് കാണാനുള്ളൊരു നമ്മൾ എല്ലാവരും റീലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ H&Mൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഫിഷിനും കാര്യങ്ങളും ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെയും ടോപ്പ് ഫ്ലോർ, അതായത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ ഏരിയയിൽ അതിൽ ഈ H&Mൻ്റെ സെയിം സൈഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറച്ച് കൂടുതൽ നേരം ഇവിടെ ഇരുന്ന് കണ്ടു കേട്ടോ. കാരണം ഋതുവിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി, അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് പോയിട്ട് ഒന്നുകൂടി നമ്മളിങ്ങനെ ടച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവന് കുറച്ചും കൂടി ഇഷ്ടമാവുമല്ലോ. നമ്മൾ ആ ഒരു ഇതിലല്ല പോയിട്ടുണ്ടായിരുന്നു, പോയപ്പോൾ കണ്ടതാണ്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഋതുവിനായിട്ട് അവിടെ ഇരുത്തി അവനെ കുറച്ച് നേരമൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അവനിങ്ങനെ മീനിനൊക്കെ തൊടാൻ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇനി പോകുമ്പോൾ ജസ്റ്റ് ടോപ്പ് ഫ്ലോറിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എസ്കലേറ്റർ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ H&Mൻ്റെ ഷോപ്പിൻ്റെ അവിടെ എത്തും. അതിൻ്റെ തൊട്ടടുത്തുള്ള വാളിലാണ് നമുക്ക് ഇങ്ങനെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് അങ്ങനെ കാണും. അത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാരും ഭയങ്കര റഷായിട്ട് നമുക്ക് നിൽക്കാനൊന്നും വലിയ സ്ഥലം കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പോകുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. ഇന്ന് നമ്മൾ KFC ആയിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആദ്യമായിട്ടാണ് KFC കഴിച്ചത്. അമ്മയ്ക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. നാട്ടിലത്തേനേക്കാളും ടേസ്റ്റ് ഇവിടുത്തെയാണെന്ന് പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാട്ടോ തോന്നിയത്. എനിക്ക് ചരിത്രനൊക്കെ അങ്ങനെ തന്നെ തോന്നാറ്. നാട്ടിലത്തേനെക്കാട്ടും ടേസ്റ്റ് കൂടുതൽ ഇവിടെ തന്നെയാണ്. KFC തന്നെയാണെങ്കിൽ കൂടിയും ടേസ്റ്റ് കൂടുതൽ ഇവിടെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡ് കോർട്ടിൻ്റെ ടോപ്പ് ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തുനിന്ന് കാണാമെന്നുള്ളത്. അത് ഇതാണ് കേട്ടോ, ഈ ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ കാണാം. വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് നിന്ന് കാണാം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഇനി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പോയി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് കാണുന്നേക്കാളും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇങ്ങനെ. പിന്നെ നമ്മൾ ഈ ഒരു തെരണ്ടിയൊക്കെ ഇല്ലേ മീൻ, നമ്മളങ്ങനെയാണ് ഇതിനെ പറയാറ്. ഇതിൻ്റെ പേരാണ് കേട്ടോ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് പറയാറ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ തൊട്ടടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാറ് കണ്ടുപിടിക്കാനാണ് കുറച്ച് സമയം എടുത്തത് കേട്ടോ. നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ പാർക്കിങ്ങിൻ്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണെന്നുള്ളതും നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ ഇത്രയും വൈഡായിട്ടുള്ള സ്ഥലമായ കാരണം നമ്മൾ ഒരു സൈഡിൽ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചധികം നടക്കണം അപ്പുറത്തെ സൈഡിലേക്ക്. അവിടെ നിന്ന് നമ്മൾ കാറ് തിരഞ്ഞ് പിടിക്കാനൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് നമുക്കറിയെങ്കിൽ കൂടിയും പക്ഷെ കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞ് വരുന്നപ്പോഴത്തേനും അത്യാവശ്യം എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായ് മോൾ ഫുള്ളായിട്ട് കണ്ടിട്ടും കൂടിയില്ല, കുറച്ച് കണ്ടപ്പോൾ തന്നെ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊട്ട് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.